ചേരുന്നുണ്ട്. വിപിൻ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ സമയത്തെ ഭീതിതമായ സ്ഥിതിവിശേഷം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ ഈ ചെളി നീക്കം ചെയ്യുന്ന, കടകൾ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ഈ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും തന്നെ സജീവമായിട്ടുണ്ടല്ലോ അവിടെ, വിപിൻ. അതെ, ചൂരൽമല ടൗണിലെ എല്ലാ കടകളും വൃത്തിയാക്കലാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ നടക്കുന്നത്. അത് വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ തന്നെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം തന്നെ നടക്കുന്നത്. പലരും ഈ കഴിഞ്ഞ ദിവസം വന്ന് കട തുറന്നപ്പോഴാണ് ഇത്രയേറെ നാശനഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. പലതും വളരെ വേദനാജനകമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. കാരണം അന്ന് അടഞ്ഞു പോയ പല ഷട്ടറുകളും തുറക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു. അങ്ങനെ തുറന്നപ്പോഴേക്കും ചളിയും വെള്ളവും നിറഞ്ഞ് അതിനുള്ളിലുള്ള എല്ലാ വസ്തുക്കളും നശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നശിച്ച 2 കടകളിൽ നിന്ന് ബാക്കിയായ ഈ CCTVയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അടുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളിലേക്ക് ആദ്യം പതിയെ വെള്ളം വരുന്നു, പിന്നീട് അത് ഒരുമിച്ചാകുന്നു. പെട്ടെന്ന് തന്നെ ഒരു മലവെള്ള പാച്ചൽ പോലെ ആ ഒരു പ്രദേശം മുഴുവൻ തന്നെ തൂത്തെറിയുന്ന രീതിയിലേക്കും അത് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്ത് മഴ ആരംഭിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു കാലാവസ്ഥ മാറ്റം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് കുറച്ചാണെങ്കിൽ പോലും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ളൊരു തിരച്ചിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൂക്ഷ്മ പരിശോധന ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ചെറിയ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ട് ഇവിടെ നിന്നും എല്ലാവരെയും മാറ്റി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് വീടുകളിലേക്ക് തിരിച്ചു വരുന്നത്. അവർ ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിലെ ചില വീടുകൾക്ക് അവിടെ താമസയോഗ്യമല്ല, പക്ഷേ വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള വീടുകളിലേക്ക് എത്തി അവിടെ നിന്നും സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിനൊക്കെയായി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ സഹായിക്കാനായി സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. ഇത്രയുമാണ് ഇപ്പോൾ ഈ ചൂരൽമല പ്രദേശത്തുള്ളൂ. കാരണം ആദ്യമുണ്ടായിരുന്ന ഒരു സജീവമായ ജനകീയ തിരച്ചിലെല്ലാം അവസാനിപ്പിച്ചതോടുകൂടി വലിയൊരു ശൂന്യത ഇവിടെയുണ്ട്. ഒരു പേടിപ്പെടുത്തുന്ന ഒരു ശൂന്യതയുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ ഏകദേശം കിലോമീറ്ററുകളോളം കടക്കുകയാണ്. പാറക്കെട്ടുകളും വെള്ളവും മണ്ണും മാത്രമുള്ള പ്രദേശമായി ഇവിടെ മാറുകയാണ്. ഇവിടെ ഏറ്റവും വേഗത്തിൽ വേണ്ട ഇതിനു വേണ്ടി ഒരു പുനരുജ്ജീവനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മുടെ രാവിലെ സംസാരിച്ച സൈനുദ്ദീൻ എന്നുള്ള ഒരാൾ പറഞ്ഞിരുന്നു, ഇവിടെ അടുത്തൊരു സ്കൂൾ വേണം എന്നുള്ള ആവശ്യം. കാരണം ഇവിടെ ഈ 2 സ്കൂളുകളും നശിച്ചതോടുകൂടി വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ മുണ്ടക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇപ്പോൾ മറ്റ് സ്കൂളുകളിലേക്കാണ്. അങ്ങനെ അല്ലാതെ ഒരു സ്കൂളിൻ്റെ ആവശ്യകത ഈ പ്രദേശത്തുണ്ട്. അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം താണ്ടി വേണം കുട്ടികൾ പഠിക്കാൻ പോവുക. അങ്ങനെ ഓരോന്നായി തിരിച്ചു പിടിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതിലൊന്നായി സ്കൂളാണ് ഈ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് ചൂരൽമലയിൽ നിന്ന്.